കേരള PSC 2026 ജൂൺ 20-ന് CPO എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകി വരുന്ന ധനസഹായ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി 1, സമാശ്വാസം പദ്ധതി 2, സമാശ്വാസം പദ്ധതി 3, സമാശ്വാസം പദ്ധതി 4. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് നമുക്കിവ വിശദമായൊന്ന് പരിശോധിക്കാം. ഗുരുതരമായ വൃക്കരോഗം, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച് പ്രതിസന്ധിയിലായ BPL വിഭാഗ രോഗികൾക്ക് കേരള സർക്കാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സമാശ്വാസം. സമാശ്വാസം പദ്ധതി 1 മാസത്തിലൊരിക്കലെങ്കിലും ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾക്ക് പ്രതിമാസം 1100 രൂപ വീതം നൽകുന്നു. സമാശ്വാസം പദ്ധതി 2 വൃക്കയോ കരളോ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്നു. സമാശ്വാസം പദ്ധതി 3 ഹീമോഫീലിയ ബാധിച്ച രോഗികൾക്കാണ് ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നത്. പ്രതിമാസം 1000 രൂപയാണ് ലഭിക്കുക. ആവശ്യമായ മെഡിക്കൽ രേഖകളും സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കുന്ന സ്ഥിരീകരണ A അംഗീകൃത ഉപഭോക്താക്കൾക്കാണ് ഈ തുക അനുവദിക്കുന്നത്. സമാശ്വാസം പദ്ധതി 4 അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ ബാധിച്ച രോഗികൾക്കാണ് ഈ പദ്ധതി ധനസഹായം നൽകുന്നത്. പ്രതിമാസം 1000 രൂപയാണ് ധനസഹായം. സംസ്ഥാനത്തെ ബാധിക്കപ്പെട്ട നോൺ ട്രൈബൽ വിഭാഗത്തിലോ മറ്റ് അർഹരായ വിഭാഗത്തിലോ ഉൾപ്പെടുന്ന രോഗികൾക്കാണ് ധനസഹായം നൽകുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകുന്ന ധനസഹായ പദ്ധതി സമാശ്വാസം പദ്ധതി 4. ഓപ്ഷൻ C ആണ് ആൻസർ. കേരള PSCയുടെ ഇനി നടക്കാൻ പോകുന്ന 10th പ്രിലിംസ് എക്സാമിൽ പോലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണിത്. ഈ എക്സാമിൽ CPO എക്സാമിൽ സമാശ്വാസം പദ്ധതി 4 ആണ് ചോദിച്ചത്. ഇനി വരുന്ന എക്സാമുകളിൽ 1, 2, 3 എല്ലാം ചോദിക്കാം. ഈ ക്ലാസ്സിലൂടെ വരുന്ന എക്സാമുകളിലെ 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇതുപോലുള്ള വളരെ പ്രിസൈസും ഡയറക്റ്റുമായിട്ടുള്ള കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഡെയിലി ക്ലാസ്സുകൾ ഓൺഗോയിങ് ആണ്. 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മോക്ക് ടെസ്റ്റും ന്യൂ SCRT സീരീസും PYQവും ഇപ്പോൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്.